ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോസിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ, താങ്ക്സ് ഫോർ സബ്സ്ക്രൈബിങ്, താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ജോലിയുടെ ആവശ്യങ്ങൾക്കും പഠിത്തത്തിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് ദൂരേക്ക് പോകുന്ന ആൾക്കാരാണല്ലോ. ബാംഗ്ലൂരിലേക്കും മാംഗ്ലൂരിലേക്കും അങ്ങനെ പലയിടത്തേക്കും നമ്മൾ ദൂരേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നവരാണ്. അപ്പം അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ബേസിക്കലി ഹോസ്റ്റൽ എസെൻഷ്യൽസ് ഓർ PG എസെൻഷ്യൽസ്, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഔട്ട്പുട്ട് എങ്ങനെ വരും എന്നുള്ളത് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ എല്ലാ പോയിന്റ്സും നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹോസ്റ്റലിലാണോ PG-യിലാണോ താമസിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ബെഡാണ്. പിന്നെന്ന് പറയുന്നത് ബെഡ്ഷീറ്റ് ആണ്. ബെഡിന് വേണ്ടി ബെഡ്ഷീറ്റ്, പില്ലോ കവർ, പുതപ്പ്, ബ്ലാങ്കറ്റ്, ഇത്രയും 3 കാര്യങ്ങൾ ബെഡിന് വേണ്ടി എടുത്തു വെക്കുക. നെക്സ്റ്റ് വൺ ബാത്റൂം ആണ്. സോ ബാത്റൂമിലേക്ക് യൂസ് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു, ബക്കറ്റ് നമ്മൾ കരുതണം. സോ ബക്കറ്റിലേക്ക് മഗ്, സോപ്പ് ബോക്സ്, സോപ്പ്, പിന്നെ ലോഫ, ഈ 3 കാര്യങ്ങളും ബക്കറ്റിൽ ഉൾപ്പെടേണ്ട കാര്യങ്ങളാണ്. ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, ടങ് ക്ലീനർ, ഫേസ് വാഷ്, കാര്യങ്ങൾ നമ്മൾ ബാത്റൂമിൽ കരുതി വെക്കേണ്ടതാണ്. ഡ്രസ്സസിലേക്ക് വരുമ്പോൾ, ഇഫ് യു ആർ എ സ്റ്റുഡൻറ്റ്, നിങ്ങളുടെ യൂണിഫോം മസ്റ്റ് ആണ്. പിന്നെ നമ്മൾക്ക് പുറത്ത് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള കാഷ്വൽ വെയർസ്, ഫോർമൽസ്, അങ്ങനത്തെ ഡ്രസ്സസ് കരുതുക. നൈറ്റ് വെയർസ്, ഇന്നർ വെയർസ്, ഇത്രയും നമ്മൾ കരുതിയിരിക്കണം. ഇതൊക്കെ നമ്മുടെ സൂട്ട് കേസിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് വൺ ഇസ് ലോണ്ട്രി. അലക്കാൻ വേണ്ടി പോകുമ്പോൾ അലക്കുന്ന സോപ്പ്, അലക്കുന്ന ബ്രഷ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ വിരിച്ചിടുന്ന സമയത്ത് ഹോസ്റ്റലേഴ്സ് മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ക്ലിപ്പ് ചെയ്യണം. ഡ്രസ്സസ് ക്ലിപ്പ് ചെയ്യുക. ഹാങ് ചെയ്യുന്ന സമയത്ത് ക്ലിപ്പ് ചെയ്ത് വെക്കുക. ഹാങ്കേഴ്സ് കരുതുക. നെക്സ്റ്റ് വൺ ഇസ് കിച്ചൺ. സോ കിച്ചണിലേക്ക് യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇൻ കേസ് നിങ്ങൾക്ക് കിച്ചൺ യൂസ് ചെയ്യാൻ അലൗഡ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ PG-യിലുള്ള പിള്ളേർക്ക് കിച്ചൺ യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ ഹോസ്റ്റലിലുള്ള പിള്ളേർക്ക് അവർ തരുന്ന ഫുഡേ കഴിക്കാൻ പറ്റുള്ളൂ. സോ ഞാൻ ഹോസ്റ്റലിലും PG-യിലും നിന്നിട്ടുണ്ട്. സോ എനിക്ക് രണ്ടിൻ്റെയും ഡിഫറൻസ് എനിക്ക് അറിയാൻ പറ്റും. സോ ഒരു ചെറിയൊരു സോസ് പാൻ കരുതുക. പിന്നെ ഒരു സ്പൂണ്, ഒരു ഗ്ലാസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കരുതി വെക്കുക. ഒരു കപ്പ്, ഒരു ചായ കുടിക്കുന്ന കപ്പ് എന്തായാലും നിങ്ങളുടെ കയ്യിൽ കാണും. സോ അതും ഉണ്ടായിരിക്കണം. പിന്നെ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, സ്നാക്സ് ഐറ്റംസ്, അല്ലെങ്കിൽ മാഗി, പാസ്ത, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ 5 മിനിറ്റ്സിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ, അതൊക്കെ നിങ്ങൾ പാക്കറ്റ്സിൽ കരുതി വെക്കുക. പിന്നെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അച്ചാറുകൾ കൊണ്ടുവരാം. നെക്സ്റ്റ് വൺ ഇസ് നമ്മുടെ മെഡിസിൻസ്. സോ മെഡിസിൻസിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ആദ്യം കരുതേണ്ട ഒരു കാര്യമാണ് ഡോളോ 650. അലർജി ഉള്ളവരാണെങ്കിൽ സെട്രിസിൻ കരുതി വെക്കുക. പിന്നെ വയറുവേദനയുടെ സമയത്ത് യൂസ് ചെയ്യാൻ മെഫ്തൽസ്പാസ് യൂസ് ചെയ്യാം. സോ ഞാൻ മെയിൻലി കൊണ്ടുനടക്കുന്ന ഒരു സാധനമാണ് കഫ് സിറപ്പ്. പിന്നെ വിക്സ്, തലവേദന വരുമ്പോൾ വേദനയുടെ സ്പ്രേ, ഇല്ലെങ്കിൽ മൂവ് ഓയിൻമെന്റ്, മൂവ് സ്പ്രേ ഒക്കെ വരും. അതാണ് മെഡിസിൻസിൽ വരുന്ന കുറച്ച് ഐറ്റംസ്. നെക്സ്റ്റ് വൺ നമുക്ക് സ്കിൻ കെയർ, ഹെയർ കെയർ, അങ്ങനെ പോകാം. സ്കിൻ കെയറിന്റെ അണ്ടറിൽ മേക്കപ്പും വരും. സോ ഫേസ് ക്രീം, സൺസ്ക്രീൻ, പിന്നെ നിങ്ങൾ പൗഡർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പൗഡർ, മേക്കപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ മേക്കപ്പ്, ആ ഐറ്റംസ് ഒക്കെ നിങ്ങളുടെ ബാഗിൽ ഉണ്ടായിരിക്കട്ടെ. നെക്സ്റ്റ് ഹെയർ കെയറിലേക്ക് വരുമ്പോൾ നമ്മൾ ഹെയർ ഓയിൽ, ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി ഷാംപൂ, കണ്ടീഷണർ, പിന്നെ ഹെയർ സീറം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഹെയർ സീറമും കരുതുക. ബോഡിയിലേക്ക് വരുമ്പോൾ സോപ്പ്, പിന്നെ നമ്മൾ ബോഡി ലോഷൻസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ബോഡി ലോഷൻ യൂസ് ചെയ്യുക. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് ബോഡി കെയറിൽ ബോഡി ആ ഒരു കാറ്റഗറിയിൽ വരുന്നൊരു കാര്യമാണ് പെർഫ്യൂം. ഓക്കെ, നമ്മൾ കരുതേണ്ട ഒരു കാര്യമാണ് സാനിറ്ററി പാഡ്സ്. ഓക്കെ, സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സാനിറ്ററി പാഡ്സിൽ മെൻസ്ട്രുവൽ കപ്സ്, ടാംപോൺസ്, എന്താണോ നിങ്ങൾക്ക് പ്രിഫറബിൾ അത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഹോസ്റ്റൽ ബാഗിൽ നിങ്ങൾ എപ്പോഴും കരുതി വെക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ സൂട്ട് കേസ് സേഫ് ആയിട്ട് വെക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. സോ ബി റെസ്പോൺസിബിൾ. സോ നിങ്ങളുടെ കയ്യിൽ ഒരു ലോക്ക് ആൻഡ് കീ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ എല്ലാ സൂട്ട് കേസും, നിങ്ങളുടെ എല്ലാ ബാഗ്സും ലോക്ക് ആയിട്ടിരിക്കട്ടെ. നിങ്ങൾക്ക് തരുന്ന കബോർഡും ലോക്ക് ആയിട്ട് വെക്കുക. ആ കീ നിങ്ങൾ എപ്പോഴും സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ ഉപയോഗിക്കുന്ന പ്ലേറ്റ് ആണ് കേട്ടോ. പറഞ്ഞു ചായ കുടിക്കാനോ കാപ്പി കുടിക്കാനോ ഉള്ള ഒരു കപ്പ്. ആൻഡ് ഓൾസോ വാച്ച് എപ്പോഴും നിങ്ങൾ കരുതുക. പിന്നെ സ്കൂളിലും കോളേജിലും പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ ബുക്സ്, നിങ്ങളുടെ പൗച്ചിൽ വേണ്ടിയ സാധനങ്ങൾ. നെക്സ്റ്റ് വരുന്നതാണ് ചപ്പൽ. ഓക്കെ, നിങ്ങൾ റൂമിൻ്റെ അകത്ത്, ഹോസ്റ്റലിലും PG-യിലും നിൽക്കുന്നവരാണെങ്കിൽ റൂമിൻ്റെ അകത്ത് ഒരു സ്ലിപ്പേഴ്സ് ഇടാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ സ്കൂളിലോ കോളേജിലോ എന്താണോ ഇടുന്നത് ആ സ്ലിപ്പ്. പിന്നെ നിങ്ങളുടെ സ്കൂൾ ബാഗ്, പിന്നെ ഇല്ലെങ്കിൽ കോളേജ് ബാഗ്, അതിൽ വേണ്ടിയ സാധനങ്ങൾ. നെക്സ്റ്റ് വരുന്നത് ഫോൺ, പിന്നെ ഫോണിൻ്റെ ചാർജർ. പിന്നെ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് ബാഗ്, ലാപ്ടോപ്പിൻ്റെ ചാർജർ, ഈ സാധനങ്ങളൊക്കെ കരുതുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ വാലറ്റ്, അതായത് നിങ്ങളുടെ പേഴ്സ്. നിങ്ങളുടെ പേഴ്സിൽ
പൈസ വെക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അത് കളഞ്ഞു പോകുന്ന സാധ്യതകളുണ്ട്. കാരണം നിങ്ങൾ PGയിലോ ഹോസ്റ്റലിലൊക്കെയോ നിൽക്കുന്നവരാണ്. പല ബിഹേവിയറൽ ഇഷ്യൂസ് ഉള്ളവർ നിങ്ങളുടെ കൂട്ടത്തിൽ റൂം ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ ബെറ്റർ യു ഡോണ്ട് കീപ് എനി മണി വിത്ത് യു. ബട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എമർജൻസിക്ക് ആവശ്യം വന്നു എന്നിരിക്കട്ടെ, അപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു 100-200 രൂപ നിങ്ങളുടെ പേഴ്സിൽ ഇരിക്കട്ടെ. പിന്നെ കർണാടക ഗേൾസ്, ഓക്കെ, ക്യാരി യുവർ ആധാർ കാർഡ് വിത്ത് യു. നിങ്ങളുടെ പാൻ കാർഡ്, ATM കാർഡ്, ഇതൊക്കെ നിങ്ങളുടെ വാലറ്റിൽ ഇരിക്കണം. നിങ്ങൾക്ക് അയൺ ബോക്സ് അലൗഡ് ആണെങ്കിൽ അയൺ ബോക്സ് കരുതുക. കെറ്റിൽ വേണ്ടിയവരാണെങ്കിൽ കെറ്റിൽ കരുതുക. ഇതൊക്കെ അലൗഡ് ആണെങ്കിൽ മാത്രം കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇതൊക്കെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലത്തെ ഇനിയും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് ഓൾസോ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്തപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. Kindly watch my video, support, like, share and subscribe. See you in the next video. Till then, bye.